ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. സ്വർണ്ണക്കൊള്ളയിൽ 4 ഘട്ടങ്ങളായി അന്വേഷണം നടത്തണം. ആവശ്യമെങ്കിൽ അന്വേഷണ സംഘത്തിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ SIT തലവന് അനുമതി നൽകിയിരിക്കുന്നു. സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നത് ശാസ്ത്രീയ പരിശോധനാ ഫലം വരുമ്പോൾ വ്യക്തമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ബിനിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകും. ബിനിൽ, ഈ 4 ഘട്ടങ്ങളിലായുള്ള അന്വേഷണം എന്ന് പറയുമ്പോൾ എന്താണ് കോടതി നിർദ്ദേശിക്കുന്നത്? അന്വേഷണത്തിൽ ഏതൊക്കെ തലത്തിൽ ഇപ്പോൾ കോടതി നിർദ്ദേശം വരുന്നുണ്ട്? പല വിഷയ അന്വേഷണത്തിലുടനീളം ഹൈക്കോടതിയുടെ ഇടപെടലുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് നിർദ്ദേശം? അക്ഷയ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഹൈക്കോടതി പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. SITയിൽ പൂർണ്ണ വിശ്വാസമാണ് ഹൈക്കോടതി ഈ ഉത്തരവോടുകൂടി വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ SITക്കെതിരെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. പ്രതിപക്ഷത്ത് നിന്നടക്കം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിനെയെല്ലാം ഹൈക്കോടതി തള്ളിക്കളയുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. SITയുമായി ബന്ധപ്പെട്ട്, ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ തെറ്റായ ചില വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചിലർ പ്രചരിപ്പിക്കുന്നു എന്നത് കോടതി വ്യക്തമാക്കിയാണ്. കൃത്യമായ മുന്നറിയിപ്പാണ് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾക്കെതിരെ ഹൈക്കോടതി ഈ ഉത്തരവിൽ നൽകിയിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നതും തെറ്റായ രീതിയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും നടപടികൾ നേരിടേണ്ടി വരുന്നതാണ് എന്ന മുന്നറിയിപ്പാണ് ഹൈക്കോടതി ഇതിൽ നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കോടതി ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പൂർണ്ണമായ വിശ്വാസം SITയിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ 2 CIമാരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന്, ചില കോഡുകളിൽ നിന്ന് ഉയർന്നു വന്നുവെന്നാണ് കോടതി പറയുന്നത്. അതിനെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. വളരെ ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരെ ഹൈക്കോടതി തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ SIT. അവർക്ക് ഹൈക്കോടതിയോട് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളത്. അവർ കോടതിക്ക് മുന്നിൽ മാത്രമാണ് മറുപടി പറയേണ്ടതെന്ന് കൃത്യമായി ആ ഉത്തരവിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദവും ഈ SITക്ക് മേൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അവർ ആ ബാഹ്യ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങില്ല എന്ന് ഹൈക്കോടതി പൂർണ്ണമായ അർത്ഥത്തിൽ SITയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സമീപ കാലത്ത് SITക്കെതിരെ ഉയർന്നു വന്ന പല ആക്ഷേപങ്ങളെയും കോടതി പൂർണ്ണമായും തള്ളുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോടതി പറയുന്നത് 98 മുതലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. 4 ഘട്ടങ്ങളാണ് ഈ അന്വേഷണത്തിനുള്ളത്. ഒന്ന്, 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷം 2019 ശ്രീകോവിലിലെ കട്ടിളപ്പാളികൾ അഴിച്ചു കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശിയത്. മൂന്നാമത്തത്, ഈ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോയി സ്വർണം പൂശിയത്. നാലാമത്തത് 2025, അതായത് ഏറ്റവും ഒടുവിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും ചെന്നൈയിൽ എത്തിച്ച് സ്വർണം പൂശി. അങ്ങനെ 4 ഘട്ടങ്ങളാണ് ഈ അന്വേഷണത്തിനുള്ളത് എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുവരെ 181 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സാക്ഷികളുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ അന്വേഷണം വളരെ മെറ്റിക്കുലസ് ആയിട്ട്, വളരെ പ്രൊഫഷണലായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് SITയുടെ തലവനായിട്ടുള്ള H. വെങ്കടേഷും അന്വേഷണ ഉദ്യോഗസ്ഥനായ S. ശശിധരനും നേരിട്ട് കോടതിയിൽ ഹാജരായി എല്ലാ വിവരങ്ങളും കോടതിയെ ധരിപ്പിച്ചു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി മുന്നോട്ടുള്ള അന്വേഷണത്തിലും ഇപ്പോൾ ഇതുവരെ നടത്തിയ അന്വേഷണത്തിലും പൂർണ്ണ പിന്തുണ SITക്ക് ഒപ്പം തന്നെ നിൽക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതി ഒരു കാര്യം ആ ഉത്തരവിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ 15 പ്രതികളാണുള്ളത്. അതിൽ 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ 12 പ്രതികളാണുള്ളത്. അതിൽ 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അറസ്റ്റ് വിവരങ്ങൾ അടക്കം കോടതി ഈ ഇടക്കാല ഉത്തരവിന്റെ ഭാഗമാക്കിയിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ അടക്കം നടക്കുന്ന വിമർശനങ്ങളിൽ കോടതി അതിശക്തമായ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. എന്തായാലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ VSSCയിൽ ഇവിടുത്തെ ഈ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന നടത്തുകയാണ്. ആ ശാസ്ത്രീയ പരിശോധന വരുമ്പോൾ ഈ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ വ്യക്തത ഉണ്ടാകും എന്നാണ് കോടതി ഈ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതായത് അന്വേഷണവുമായി മുന്നോട്ട് പോകുക, ഒരു ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും ഇട നൽകാത്ത വിധം മുന്നോട്ട് പോകുക, പൂർണ്ണമായ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ
ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. അവിടെ